ഹായ് ഫ്രണ്ട്സ്, ഗീതാ ഗോവിന്ദത്തിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ ഗീതുവിൻ്റെ ഡ്യുവൽ പേഴ്സണാലിറ്റിയെ പറ്റി പ്രിയ സംസാരിക്കുന്നത് കാണിച്ചുകൊണ്ടല്ലേ ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണെങ്കിലോ നമ്മുടെ ഗീതു പറയുന്നുണ്ട് ഇന്നത്തെ പ്രൊമോയിൽ, കണ്ണേട്ടനല്ലേ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നത്, എല്ലാത്തിലും എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കണ്ണേട്ടനാണെങ്കിൽ ഏറ്റവും പണിയണേ എന്നൊക്കെ ഗോവിന്ദിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ഞാൻ കൂടെ നിൽക്കുന്നുണ്ടല്ലോ, പക്ഷെ നിൻ്റെ ഡ്യുവൽ പേഴ്സണാലിറ്റിയുടെ കാര്യം അത് സത്യമാണ്, അതില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ ഗീതു. അങ്ങനെയൊക്കെ പറഞ്ഞ് ഗീതുവിനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ, കളിയാക്കിക്കൊണ്ട് ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. എന്നിട്ടാണെങ്കിലോ രേഖ പറയുന്നുണ്ട്, ഗീതു ഇത്ര നേരം അവൾക്ക് ഡ്യുവൽ പേഴ്സണാലിറ്റി ഒന്നും ഇല്ലയെന്ന് തള്ളി മറക്കിയിരുന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിലോ ഗീതു ആണെങ്കിലും ഒരു നാഗവല്ലിയെ പോലെ മാറാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, കണ്ടോ ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ട്, കണ്ടോ ഇപ്പോൾ ചെറുതായിട്ട് പുറത്ത് വന്നില്ലേ, കണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീടാണെങ്കിലും നമ്മുടെ അജാസ് നമ്മുടെ മാർഗഴിയുടെ ഫോട്ടോ കണ്ട് ഗീതു അല്ലാന്ന് മനസ്സിലാക്കി ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നതൊക്കെ നമുക്ക് കാണിക്കുന്നുണ്ട് അല്ലേ. പിന്നീട് നമ്മുടെ പവിഴത്തിനോട് ചോദിച്ച് മനസ്സിലാക്കി അത് മാർഗഴിയാണ്, അവളുടെ മകളാണ്, അവളുടെ ഫോട്ടോ ഒക്കെ കൊടുത്ത് നമ്മുടെ ഗോവിന്ദിനെ കാണിക്കുന്നുണ്ട്. എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ഗോവിന്ദിന് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് ഗോവിന്ദിനോട് പറയുന്നുണ്ട്, അത് നമ്മുടെ മാർഗഴി കാണാൻ നമ്മുടെ ഗീതുവിനെ പോലെ ഉണ്ട് എന്നുള്ളതൊന്നും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഗോവിന്ദ് പറയണ്ട, തൽക്കാലം പറയണ്ട. അപ്പോൾ പിന്നെ നമ്മുടെ അജാസ് പറയുന്നുണ്ട്, മാർഗഴി കാണിച്ചുകൊണ്ടായിരിക്കും സ്വപ്നയൊക്കെ ചേതൻ ഗ്രൂപ്പുമായിട്ടുള്ള കച്ചവടം ഉറപ്പിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, ചേതൻ ഗ്രൂപ്പുമായിട്ടുള്ള കച്ചവടത്തിൽ സ്വപ്നയ്ക്ക് മാത്രമല്ല നമ്മുടെ രാധികാമ്മയ്ക്കും വരുണിനും ഭാസ്കരനും അനാർക്കലിക്കും ഒക്കെ ബന്ധമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി അജാസെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സത്യങ്ങളൊക്കെ നമ്മുടെ ഗോവിന്ദ് അറിയുകയാണല്ലേ, മാർഗഴിയും ഗീതു രണ്ടാളാണെന്ന് നമ്മുടെ ഗോവിന്ദ് അറിയുന്നുണ്ട്. പിന്നെ നമ്മുടെ ചേതൻ ഗ്രൂപ്പായിട്ടുള്ള കച്ചവടത്തിൽ രാധികാമ്മയ്ക്കും വരുണിനും ഒക്കെ പങ്കുണ്ടെന്ന് നമ്മുടെ ഗോവിന്ദ് അറിയുന്നുണ്ടല്ലേ. എല്ലാം നമ്മുടെ ഗോവിന്ദ് അറിയുന്ന എല്ലാ സത്യങ്ങളും നമ്മുടെ ഗോവിന്ദ് അറിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. ഇനി കണ്ടറിഞ്ഞ് കാണാം ഗീതാ ഗോവിന്ദത്തിൽ എന്താ സംഭവിക്കുക എന്നൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കണ്ടറിഞ്ഞ് കാണാം. ഇതുപോലുള്ള ഗീതാ ഗോവിന്ദ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.